കൊടുക്കണം, അത് പുള്ളിയിലുണ്ട്. എങ്കിലേ ആ ക്ലാരിറ്റി നമുക്ക് കിട്ടുള്ളൂ. ഇതിപ്പോ കേൾക്കണമെങ്കിലും ഇതൊക്കെ നമ്മളെ വീട്ടിൽ കേൾക്കുമ്പോൾ തന്നെ ഇത് ഞാൻ കൊണ്ടുവന്ന് വെച്ചാന്ന് വെച്ചാൽ ആൾക്കാർ അത് വെച്ചപ്പോ പറഞ്ഞ എന്താണെന്നറിയോ, ഇത് ഞങ്ങളുടെ ഇല്ലല്ലോ, ഞങ്ങൾക്ക് ഇത്ര മുഴുത്ത മേടിച്ചു വെക്കാനില്ല, ഞങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റിയല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതേ കേട്ടിട്ട് ഓക്കെ ആണോ, ഇത് നിങ്ങളുടെ ഉണ്ടല്ലോ, ഇത് മേടിച്ചു വെച്ചു. പിന്നെ പിന്നെ അത് ഇത് ഒത്തിരി പേരുടെ അത് ഭയങ്കര ഇടിയല്ലേ. ഇത് ഒത്തിരി പേരുടെ കയ്യിൽ വെറുതെ ഇരിപ്പുണ്ട് ഈ സ്പീക്കർ. അപ്പൊ അവർക്ക് ഒരു പ്രൊമോഷന് വേണ്ടി ഞാൻ ഇത് വെച്ചത്. കാരണം അവര് വേറെ ആദ്യം പൈസ മുടക്കണ്ട, സ്പീക്കർ മേടിച്ച് പൈസ ഒന്നുമില്ല, ആംപ്ലിഫയർ മാത്രം മേടിച്ച് അവർ വർഷങ്ങളായിട്ട് തട്ടുമ്പുറത്ത് കിടക്കുന്ന സ്പീക്കർ എല്ലാം എടുത്തോണ്ട് വന്ന് നല്ല സ്വീറ്റ് ആയിട്ടുള്ള പാട്ട് കേൾക്കാം. നല്ല ട്രിപ്പിൾ അല്ലേ, നല്ല മണി. ഒരുപാട് തട്ടിക്കൊണ്ടുകൂടെ വന്ന് പിന്നെ എന്തുമാത്രം ആൾക്കാർ വന്നു. അതാ പറഞ്ഞ ബോസും അതും ഇതും ഒക്കെ പൊടിയൊക്കെ പിന്നെ ഞങ്ങൾ പുറത്ത് വെച്ച് വാക്യം പിടിച്ച് കയറ്റി പാട്ടാക്കി വിട്ടു. അങ്ങനെ ഒത്തിരി സെറ്റുകൾ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തത്. അല്ലാതെ നന്നാക്കാൻ പറ്റുന്നതോ അല്ലെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം തിയേറ്റർ അടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് അതിനകത്ത് ഈ ആംപ്ലിഫയർ കയറ്റാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല, ഞാൻ ആർക്കും കയറ്റി കൊടുക്കത്തുമില്ല. റെഡിയാക്കാൻ പറ്റുന്നതാണ് റെഡിയാക്കി. പിന്നെ ഒരിക്കലും റെഡിയാക്കാൻ പറ്റിയെന്ന് കമ്പനിക്കാരും തഴഞ്ഞ്, നാട്ടുകാരും തഴഞ്ഞ്, എല്ലാരും തഴഞ്ഞ്, ഈ കസ്റ്റമറും തഴഞ്ഞ് അവരും ഉപേക്ഷിച്ച പറഞ്ഞ മനസ്സിലായി. അങ്ങനെ കിടക്കുന്ന സ്പീക്കർ വല്ലതും ഉണ്ടെ പെറുക്കിക്കൊണ്ട് പോരെ, നമുക്ക് പാട്ടാക്കി ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന് ഞാൻ പറഞ്ഞോളൂ. ചെറിയ പൈസയ്ക്ക് നല്ല അടിപൊളി സാധനം. ഇന്നത്തെ ഏറ്റവും വലിയ ടെക്നോളജി ഡിജിറ്റൽ ആംപ്ലിഫയർ വിത്ത് യൂട്യൂബ്, മറ്റേ പെൻഡ്രൈവ്, ബ്ലൂടൂത്ത്, ഓക്സിജൻ വിത്ത് മൊബൈൽ ആപ്പ്. മൊബൈലിൽ മൊത്തം ഇത് കൺട്രോൾ ചെയ്യാം. ഇതിന്റെ പാട്ട് ഇപ്പൊ നമുക്ക് പെൻഡ്രൈവ് കുത്തുന്ന പാട്ട് മൊബൈലിൽ ലിസ്റ്റ് വരും. അത് വെച്ച് ഓരോ പാട്ട് സെലക്ട് ചെയ്യാം. മറ്റേ റിമോട്ടായി ലിസ്റ്റ് വല്ല എഴുതി കാണിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ ഇതിന്റെ റിമോട്ട് എന്ന് പറയുന്നത് മൊബൈലാണ്. അപ്പൊ ഇത്ര അഡ്വാൻസ് ആയിട്ടുള്ള ആംപ്ലിഫയർ ആണ് നമ്മൾ തരുന്നത്, മനസ്സിലായില്ലേ? മൊബൈൽ അത് ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ ആർക്കും അത്ര നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറില്ല. ബോർഡ് മാത്രം ചെക്ക് ചെയ്തെടുത്ത് കൈ കൊടുക്കും. നാളെ കേടായാലും അനുഭവിച്ചോണം. ഇവിടെ വെച്ച് അതുകൂട്ട് സാധനം ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് നമുക്ക് ഉത്തരവാദിത്വം വേണ്ടേ. ഏത് സ്പീക്കർ വേണമെന്ന് മോൻ്റെ പേരെന്നാ? മോനെ ആംപ്ലിഫയർ സെറ്റ് ചെയ്ത് കൊണ്ടുപോടാ. ഈ ഒരെണ്ണത്തെ തന്നെയാണ് നമ്മൾ ഇത് രണ്ടും ചെയ്യാവുന്നത്, മനസ്സിലായില്ലേ? ഇതിൻ്റെ ഉണ്ട് 4000. ഓക്കെ. അതെ കൊടുക്കാം. അപ്പൊ നല്ല സുഖമായിട്ട് കേൾക്കാം. ഓക്കെ ശരി. ഒരു സ്പീക്കർ പറഞ്ഞു പോയിരിക്കുക. ഭയങ്കര ക്ലാരിറ്റി, ഞെട്ടിക്കുന്ന ക്ലാരിറ്റിയാണ്. ഇതെന്നെ ഉള്ളു വലിപ്പം സ്പീക്കറെ, നല്ല ക്ലാരിറ്റി എല്ലാം പോയി, ഒട്ടുമില്ല. ഓഡിയോ എഞ്ചിൻ ശരിയാക്കി എടുക്കാൻ പറ്റും. പേപ്പർ മാറണ്ട, ആ സൈഡിലത്തെ റബ്ബർ മാത്രം മാറ്റി ഒട്ടിച്ചെടുക്കണം. ഇച്ചിരി പണിയാണ്, മനസ്സിലായില്ലേ? പേപ്പറും ആ സാധനം മാറ്റി അതിൻ്റെ എല്ലാം പോവും. ആ റബ്ബർ മാത്രം പതുക്കെ ഇളക്കിയെടുത്ത് പേപ്പർ കളയാതെ അതേ വട്ടത്തിലുള്ള റബ്ബർ കിട്ടണം. അതാണ് പ്രശ്നം. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ശരിക്കും ഈ സൈഡിന് അത്രയും പറ്റിയിട്ടില്ല. ഈ സൈഡ് ഇത് പതറിയിട്ടില്ല, ഇത് വിട്ടിട്ടില്ല. മറ്റേ വിട്ടുപോയി ചുറ്റും. ഇത് വിട്ടിട്ടില്ല. ഇതിപ്പോൾ തക്കാലം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഒരെണ്ണം ചെയ്താലും മതി. ഉണ്ടല്ലോ, ഒന്ന് കൊടുത്ത് നോക്കിയേ സാർ. ഇത് അത് ഞാൻ അഴിച്ചു വിട്ട് നോക്കിയേ സാർ. ഇച്ചിരി ഇടിയുള്ള പാട്ട്, ഈ പുതിയ ഡിജിറ്റൽ പാട്ടിടാം, അപ്പോൾ കറക്റ്റ് അറിയാം.
ഇത് ഉണ്ടാക്കിയത് ഓഡിയോ എഞ്ചിനാണെങ്കിലും ഇവർക്ക് വേണ്ടി അല്ല, ഇത് മാനുഫാക്ചർ ചെയ്ത് ടെക്നോളജി എല്ലാം ഡെവലപ്പ് ചെയ്തെടുത്ത അവരാണെങ്കിലും അവർക്ക് ഇത് ഉണ്ടാക്കി കൊടുത്ത പണിക്കാരെന്ന് പറയുന്നത് കുശിനിക്കാരെന്ന് പറയുന്നത് ചൈനക്കാരാണ്. സബ് മറ്റേ പിന്നെ ആ അപ്പൊ അതിന് നമ്മള് പവറുള്ള പവറുള്ള സബ് അത് സ്റ്റാർട്ടിങ് എന്നാ വില വരും നമുക്ക് ഇവിടെ? പവറുള്ള സബ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 40-40 ഒരു ആമ്പെന്ന് വെച്ചോട്ടെ. അതിന് സബ്ബോ? ഒരു സബ് സബ് നല്ല സബ് എന്ന് പറയുമ്പോൾ JBL ഉണ്ട്, ടെക്നിക്സിന്റെ JBL ഉണ്ട്. ഇത് കാണിക്കണോ? അല്ല സെറ്റ് കാണിക്കണോ? ഉണ്ട്. അതിനൊക്കെ എന്നാ വില വരും? അവനകത്ത് പണിയിലാണോ ജനിച്ച്? സ്ഥലം വല്ലതും കിട്ടിയോ ഞങ്ങൾക്ക് തരാൻ പറ്റിയേ? ഷോർട്ടായിട്ട് എടുത്താണ്. ഓഡിയോ എഞ്ചിൻ 2+ ആണിത്. ഇതിൻ്റെ അകമാണ്. പിന്നെ അതവൾ ബാസിന് വേണ്ടി വൂള് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് സ്പീക്കർ ഇത് കണ്ടോ? അകം കാണിച്ച്. എൻ്റെ സ്പീക്കർ നല്ല വലിയ മാഗ്നറ്റാണ്, അയച്ചെടുക്കാം. ഇവിടെ ഒരു നെറ്റ്വർക്ക് കൂടെ കാണിച്ചിട്ടുണ്ട്, നെറ്റ്വർക്ക് കൂടെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ആ നെറ്റ്വർക്ക് അയച്ചെടുത്തിട്ട് വേണം സ്പീക്കർ പൊക്കാൻ. ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഇതിൻ്റെയാണ് സ്പീക്കറിൻ്റെയാണ് സൈഡ് പോയത്. എടുത്തു, നെറ്റ്വർക്ക് എടുത്തു. ഇനി എൻ്റെ ഒരു സ്പീക്കറും. ഓക്കെ, ട്രിപ്പിൾ. പിന്നെ ഇവിടെ നമുക്ക് പെൻഡ്രൈവും കുത്താം. ഇപ്പോൾ പെൻഡ്രൈവ് കുത്തിയിരിക്കുന്നത് അത് ഊരിയിട്ട് സാറിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്തു. ഇതുമായിട്ട് ലിങ്ക് ആക്കി തരാം. വേറെ ഫോണാണ് അല്ലേ? അപ്പോൾ ബ്ലൂടൂത്ത് ലിങ്ക് ചെയ്തിട്ട് BT അടുത്ത സോഫ്റ്റ്വെയറിൻ്റെ ഇത് എഴുതി കൂടെ. മൊബൈലിൽ ഇതേ ക്ലാരിറ്റി കിട്ടും. പെൻഡ്രൈവിൽ കുത്തിരിക്കുന്ന അതേ ക്ലാരിറ്റി മൊബൈലിൽ കിട്ടും. അതിലും കിട്ടും. ഒരു വ്യത്യാസമില്ല. അതിലും ബെറ്ററാണ് മൊബൈല്. ആണോ? പെൻഡ്രൈവിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലിമിറ്റഡ് ആയിട്ടൊരു പാട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ. കംപ്രസ് ചെയ്തല്ലേ, MP3 അല്ലേ. മറ്റേന്ന് പറഞ്ഞാൽ മൊബൈലെന്ന് പറയുമ്പോൾ യൂട്യൂബിൽ നിന്നല്ലേ, നല്ല ക്വാളിറ്റി അല്ലേ, അതേ ക്വാളിറ്റി കിട്ടും. സ്പീക്കർ ഉണ്ടെങ്കിൽ ഇത് മതി. എല്ലാം ഉപയോഗിക്കാം. ഇപ്പം ഇനി വലിയ ആംപ്ലിഫയറോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് വല്ല പെട്ടിക്കകത്ത് പാത്ത് വെച്ചാൽ മതി. വരുത്തിയിട്ട് അത് നമ്മൾ അസംബിൾ ചെയ്തെടുത്താൽ അവർ മെറ്റൽ പെട്ടിയിലാക്കി, നമ്മൾ കുറച്ചുകൂടെ ചെറുതാക്കി. അയച്ചോമാനെ മിനി സ്പീക്കറാണ്. സ്പീക്കർ ഇത് പൊട്ടിക്കുമ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് JBLൻ്റെ സ്പീക്കർ, അടിപൊളി സ്പീക്കർ. ഇതാണ് ഇതിൻ്റെ അകം, കണ്ടോളൂ. ഇതാണ് JBLൻ്റെ സ്പീക്കർ. വേണ്ടവർ വിളിച്ചാൽ മതി, അയച്ചു തരാം. അപ്പം കാണിച്ചെന്നുള്ളൂ. ഇത് ഷോർട്ട്.